ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്ന് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു ദിവസമാണ്. ഇന്ന് എൻ്റെ അച്ഛനും അമ്മയും ഫസ്റ്റ് ടൈം ദുബായിലോട്ട് വരുവാണ്. അവർ എയർപോർട്ടിലോട്ട് എത്താനായിട്ട് ഇനി വെറും 2 മണിക്കൂറും കൂടെ ഉള്ളൂ. സോ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു ഇന്നത്തെ ദിവസം. എന്തായാലും നമ്മൾ പോകുന്ന വഴി ചേട്ടനും വൈഫും കൂടെ നമ്മളോട് ജോയിൻ ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ എയർപോർട്ടിൽ എത്തിയിരിക്കുന്നു. അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തിയിരിക്കുകയാണ്. ഇപ്പം നമ്മൾ പാർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് വണ്ടി. അതെ, അപ്പം ചേട്ടൻ്റെയും വൈഫിൻ്റെയും കാറാണ് കേട്ടോ അത്. അവർക്ക് നമ്മുടെ അടുത്ത് തന്നെ പാർക്കിംഗ് കിട്ടി. നമ്മൾ വീണ്ടും ഇവിടെ എത്തിയിരിക്കുകയാണ്. സോ അവർ ഫസ്റ്റ് ടൈം വരുന്നതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു ഫ്ലവർ കൊടുത്ത് അവരെ വെൽക്കം ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ഫ്ലവറൊക്കെ ഫൈനലൈസ് ചെയ്തിട്ട് നമ്മുടെ ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ട് കേട്ടോ. പാരൻസ് വരുന്ന ഫ്ലൈറ്റ് ലാൻഡ് ആയിട്ടുണ്ടെന്ന് ഓൾറെഡി നോട്ടിഫിക്കേഷൻ കാണിക്കുന്നുണ്ട്. അപ്പം ഞങ്ങളത് നോക്കിയിട്ട് ഞങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഇവർക്ക് വേണ്ടിയിട്ട്. ഞാൻ ചോദിക്കാം പറയൂ അജു, എക്സൈറ്റഡ് ആണോ അമ്മ വരുന്നത്? നിനക്കെന്ത്? ആൻഡ് ഫൈനലി അവരിതാ എത്തി. അതെ കണ്ടി. Bring it up. Yeah, maybe I'm weak, but it's taking too long to get over you. I'm not ready to need you again, unless this time we're holding on. The truth is I don't know how to forget. So when I saw you coming, I knew I'd be swept right by now, and I didn't care. Been hiding from the truth, but it got me nowhere. 'Cause I'm not ready to need you again, but I need you again. I'll be അങ്ങനെ ഞങ്ങൾ അവരെയൊക്കെ പിക്ക് ചെയ്ത് ഫുഡൊക്കെ കഴിച്ച് നേരെ വീട്ടിലോട്ട് പോയി. വെൽക്കം ഹോം. funny how something can hurt you so bad, but you fall right back. Happens just like that, and I'm not quite convinced that it won't end. അങ്ങനെ അന്നത്തെ ദിവസം തീർന്നു. പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ എണീറ്റ് പുറത്തുനിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാമെന്ന് വിചാരിച്ചു. കാര്യം എല്ലാവരും നല്ല ടയർഡായിട്ടല്ലേ കിടന്നത്. അതുകൊണ്ട് തന്നെ എണീറ്റപ്പോൾ ലേറ്റ് ആയിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് പുറത്തുനിന്നാക്കി. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് നമ്മളിപ്പോൾ വീട്ടിൽ എത്തിയിരിക്കുവാണ്. അച്ഛനും അമ്മയും നല്ല എക്സൈറ്റഡ് ആണ്. അവർ വീട്ടിലേക്കൊക്കെ എല്ലാവർക്കും മെസ്സേജ് ആയപ്പം ഫോൺ വിളിയൊക്കെയാണ് ഇവിടെ എത്തി എന്നുള്ള രീതിയിൽ. ഇവിടെ ഒരാളിരിപ്പുണ്ട്. പിന്നെ ഉച്ചക്കത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇന്ന് എന്താണ് സ്പെഷ്യൽ? ചെമ്മീൻ, മാങ്ങ, പച്ചമുളക് ഒഴിച്ചു കൂട്ടാൻ.
തേങ്ങാക്കൊത്ത്, സവാള, പച്ചമുളക്, ഉണക്കമുളകൊക്കെ ഇട്ട് ചെമ്മീൻ വറവാണ്. ചെമ്മീൻ ഫ്രൈ എന്ന് പറയാം. പപ്പടം, പിന്നെ അച്ചാറുകളുണ്ട്. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് അന്ന് വൈകിട്ട് ബുർജ് ഖലീഫ ദുബായ് മോളിലോട്ട് പോവുമായിരുന്നു. പിന്നെ ബുർജ് ഖലീഫ അറിയാലോ, നമ്മൾ റോഡ് സൈഡിൽ നിന്ന് എവിടെ നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ദൂരെ നിന്ന് ഇത് കണ്ടിട്ടുണ്ട്, പക്ഷെ അടുത്തുനിന്ന് കണ്ടിട്ടില്ല. ഇന്ന് അവരുടെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും അതുപോലെ തന്നെ അത് ഫസ്റ്റ് ടൈം കാണുമ്പോൾ ഉള്ളൊരു എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പം നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ നമ്മൾ ദുബായ് മോളിലോട്ട് പോവാണ്. There's no time for me. I've been flying from town to town, from London to Taiwan. I've been all around the globe trying to protect your soul. We are heroes tonight. We will fly above the sky. We are heroes tonight. ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ദേറയിലോട്ട് പോവാണ്. അവിടെ ഒരു വാട്ടർ ഫ്രണ്ട് ഫിഷ് മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ ഹ്യൂജ് ഒരു ഫിഷ് മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ ഇന്ന് നമ്മുടെ പാരൻസിനെ അവിടെ ഒന്ന് വിസിറ്റ് ചെയ്ത് അതൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിക്കുകയാണ്. സോ ഇന്നത്തെ അവരുടെ റിയാക്ഷനും കാര്യങ്ങളും ഒക്കെ നമുക്ക് നോക്കാം. അതുപോലെ ഇന്നത്തെ ദിവസം നമ്മൾ സൺഡേ ആണ്, അതുകൊണ്ട് തന്നെ ഇന്ന് അവിടെ നിന്ന് മേടിച്ച ഫിഷൊക്കെ വെച്ചിട്ട് കറിയൊക്കെ വെച്ച് അങ്ങനെ
ഇന്നത്തെ ദിവസം അങ്ങ് കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിക്കുവാണ്. പലതായിട്ട് ഇവിടുത്തെ ഈ ഒരു ഫിഷ് മാർക്കറ്റ് കാണേണ്ട സംഭവം തന്നെയാണ് കേട്ടോ. ഇത്രയധികം വെറൈറ്റി ഓഫ് ഫിഷസ് ഉണ്ട്. വീട്ടുകാർ തന്നെ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. ഇത് മേടിക്കട്ടെ? ഇത് കണ്ടിട്ട് ഫ്രഷ് ആയിട്ട് തോന്നുന്നുണ്ട്. നമ്മൾ മേടിക്കുന്ന ഫിഷൊക്കെ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് ഇവർ തരും. ഈ മേടിച്ച ഫിഷൊക്കെ ക്ലീൻ ചെയ്യാനും കട്ട് ചെയ്യാനും കൊടുക്കുന്ന ടൈമിൽ നമുക്കിവിടെ നടന്ന് കാണാനായിട്ട് തന്നെ ഒത്തിരി സംഭവങ്ങളുണ്ട് കേട്ടോ. നല്ല രസമില്ലേ? അടുത്തോണ്ട് വണ്ടി കൊണ്ട് വെച്ചോളൂ. അങ്ങനെ ഞങ്ങൾ കുറച്ച് മത്തിയും കുറച്ച് മീൻ മുട്ടയും കക്ക ഇറച്ചിയും വരാലും നെയ്മീനും ഒക്കെ മേടിച്ചുകൊണ്ട് ഇങ്ങ് പോന്നു. പിന്നെ വീട്ടിൽ വന്നിട്ട് എല്ലാം ഒരു സെപ്പറേറ്റ് കണ്ടെയ്നറിലാക്കി സെറ്റാക്കി. അങ്ങനെ അന്നത്തെ ദിവസം നമ്മൾ നല്ല മീൻകറിയൊക്കെ വെച്ച് ചോറൊക്കെ കൊണ്ട് റെസ്റ്റൊക്കെ എടുത്ത് പാരൻസ് വന്ന ഈ 2 ദിവസം നമ്മൾ മാക്സിമം അടിച്ചു പൊളിച്ചു കേട്ടോ. ഇനിയിപ്പോൾ അടുത്ത വീക്കെൻഡ് എവിടെയൊക്കെ പോകണമെന്നുള്ളത് പ്ലാൻ ചെയ്യാനുണ്ട്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.